2025 മെയ് 7 ഇന്ത്യയും കേരളവും ഉൾപ്പെടെ ലോകമാകെയുള്ള പ്രധാന വാർത്തകൾ ചുവടെ. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ, പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം. ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനും പാകിസ്ഥാൻ അധീന കാശ്മീരിലും 9 ഭീകര ക്യാമ്പുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി. റഫാൽ ജെറ്റുകൾ ഉപയോഗിച്ച് 23 മിനിറ്റ് നീണ്ട ഈ ഓപ്പറേഷനിൽ ജയ്ഷ്-എ മുഹമ്മദ്, ലഷ്കർ-എ-തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ സംഘടനകളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി. പാകിസ്ഥാൻ 8 മരണങ്ങളും 35 പരിക്കുകളും റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയുടെ ആക്രമണത്തെ പാകിസ്ഥാൻ യുദ്ധപ്രവൃത്തി എന്ന് വിശേഷിപ്പിച്ച് ശക്തമായ പ്രതികരണം പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ അഭ്യാസ, ഇന്ത്യയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ. പാഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയിൽ 244 ജില്ലകളിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടന്നു. ഓപ്പറേഷൻ അഭ്യാസ എന്ന പേരിൽ നടന്ന ഈ ഡ്രില്ലിൽ എയർ റെയ്ഡ് സൈറൻ, ബ്ലാക്കൌട്ട് സിമുലേഷൻ, ഒഴിപ്പിക്കൽ പരിശീലനം എന്നിവ ഉൾപ്പെടുത്തി. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് പുതിയ നേട്ടം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ (LIC) പിന്തുണയോടെ ഇന്ത്യയിലെ ആദ്യത്തെ മോർഗേജ് ബാക്ക്ഡ് സർട്ടിഫിക്കറ്റുകൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ (NSE) ലിസ്റ്റ് ചെയ്തു. 1000 കോടി രൂപ മൂല്യമുള്ള ഈ സർട്ടിഫിക്കറ്റുകൾ സാമ്പത്തിക നവീകരണത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം, ആഗോള ആശങ്ക. ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ ശക്തമായ പ്രതികരണം പ്രഖ്യാപിച്ചു. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇരുരാജ്യങ്ങളെയും പരമാവധി സംയമനം പാലിക്കാൻ ആഹ്വാനം ചെയ്തു. സ്പേസ്എക്സ് സ്റ്റാർഷിപ്പ് ലോഞ്ചുകൾക്ക് FAA അനുമതി. എലോൺ മസ്കിന്റെ സ്പേസ്എക്സ് കമ്പനിക്ക് ടെക്സസിൽ നിന്ന് വർഷത്തിൽ 25 സ്റ്റാർഷിപ്പ് ലോഞ്ചുകൾ നടത്താൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ FAA അനുമതി ലഭിച്ചു. കേരളത്തിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ. മെയ് 7 കേരളത്തിലെ 14 ജില്ലകളിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടന്നു. പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ പ്രതികരിക്കാൻ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ ഡ്രിൽ. +1 സീറ്റുകൾ വർദ്ധിപ്പിച്ച് കേരളം. 2025 മുതൽ 26 വരെ അക്കാദമിക് വർഷത്തിനായി കേരള സർക്കാർ 64,040 +1 സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ചു. ഇത് വിദ്യാഭ്യാസ പ്രവേശനം കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കുന്നതിനായാണ്. പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികളുടെ സ്കൂൾ പ്രവേശനം കുറയുന്നു. കേരളത്തിലെ സ്കൂളുകളിൽ പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികളുടെ പ്രവേശനം കുറയുന്നതായി കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് ഈ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങൾക്ക് താഴെപ്പറയുന്ന വാർത്താ ലിങ്കുകൾ സന്ദർശിക്കുക. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക.